വ്യാപാര കരാറിലെത്തി ചൈനയും അമേരിക്കയും. മഞ്ഞുരുകൾ ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ ചൈനയ്ക്ക് മേൽ ചുമത്തിയ പിഴ തീരുവ 10% കുറച്ചു. ഭൂമി ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലും ഇളവ്. ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക്. കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീക്കം റഷ്യ ആണവ മിസൈൽ പരീക്ഷിച്ചതിന് പിന്നാലെ ലോകത്തെ ഭീമൻ ആണവ രാജ്യം അമേരിക്കയാണെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2 ടേം നിബന്ധന കർശനമാക്കാൻ CPM. തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പ് ജയിച്ചവർക്ക് സീറ്റ് നൽകില്ല. നിർദ്ദേശം നൽകി സംസ്ഥാന സമിതി. പ്രത്യേക ഇളവ് വേണ്ടവരുണ്ടെങ്കിൽ ഉപകമ്മിറ്റികളുടെ അനുമതി വാങ്ങണമെന്ന് വ്യവസ്ഥ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകിയത്. 400 രൂപ കൂട്ടുമ്പോൾ പെൻഷൻ 2000 രൂപ മാത്രമേ ആകുന്നുള്ളൂവെന്നും സതീശൻ. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിൽ MA ബേബിയെ പ്രശംസിച്ച് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു. പ്രശംസ ജനയുഗത്തിലെ ലേഖനത്തിൽ. ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെന്ന് പ്രകാശ് ബാബു. ലേഖനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വിമർശനം. കൊല്ലം ചടയമംഗലത്ത് ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ച് പൊള്ളിച്ചു. പൊള്ളലേറ്റത് ചടയമംഗലം വൈക്കൽ സ്വദേശി റജീല ഗഫൂറിന്. റജീല ചികിത്സയിൽ. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. കൊലപാതകം മദ്യലഹരിയിൽ. മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമം. മരിച്ചത് പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മ. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ചെമ്പല്ലി മീൻ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 35ഓളം പേർ താലൂക്ക് ആശുപത്രിയിലും കാരക്കോണം മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ. കുട്ടികൾ അടക്കമുള്ളവർ അത്യാഹിത വിഭാഗത്തിൽ. ഭക്ഷ്യവിഷബാധയേറ്റത് കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള, കുറുവാട് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയ മീൻ കഴിച്ചവർക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി. മുരാരി ബാബുവിനെ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു. പോറ്റിയെയും മുരാരി ബാബുവിനെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കും. സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ആരെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണവുമായി തമിഴ് നടി നർവിനി ദേരി. ഓഡീഷന്റെ പേരിൽ വിളിച്ചുവരുത്തി മോശമായി പെരുമാറി. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും നർവിനി. വെളിപ്പെടുത്തൽ ട്രെൻഡ് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖം. മോഹൻലാലിന്റെ മകൾ വിസ്മയയ്ക്ക് സിനിമയിൽ അരങ്ങേറ്റം. തുടക്കം സിനിമയുടെ പൂജ കൊച്ചിയിൽ നടന്നു. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് മോഹൻലാലും ഭാര്യ സുചിത്രയും. പ്രണവ് മോഹൻലാൽ സിനിമ DS ഇറയുടെ പ്രീമിയർ ഷോയും കൊച്ചിയിൽ. ആലപ്പുഴ പുന്നപ്രയിലെ നെൽ കർഷകരോട് സർക്കാരിന്റെ കൊടും ക്രൂരത. കൊയ്തിട്ട നെല്ല് 17 ദിവസമായിട്ടും ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. ആർക്കും വേണ്ടാതെ വഴിനീള കിടക്കുന്നത് 250 ഏക്കർ പാടശേഖരത്തിലെ നെല്ല്. മുന്നിൽ എന്ത് എന്നറിയാതെ കണ്ണീരുമായി കർഷകർ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ന്യൂസ് 18നോട്. കുടുംബാധിപത്യത്തിന് ഇനി ഡൽഹിയിലും ബീഹാറിലും സ്ഥാനമുണ്ടാകില്ല. അമിത് ഷായുടെ പ്രതികരണം ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള അഭിമുഖത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ മുസഫർപൂരിലും ഛപ്രയിലും റാലി. NDA പ്രകടന പത്രികയും ഇന്ന്. ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ച സ്ത്രീകളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ മരണശേഷം സ്വർഗത്തിൽ പോകുമെന്ന് ഭീകരൻ മസൂദ് അസർ. സ്ത്രീകൾക്കായുള്ള പുതിയ സംഘടനയുടെ പേര് ജമാഅത്തുൽ മുമിനാത്ത്. ജെയ്ഷെ മുഹമ്മദ് ലക്ഷ്യം വനിതകളെ ഭീകരാക്രമണത്തിന് പ്രാപ്തരാക്കൽ എന്ന് റിപ്പോർട്ട്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-ഓസ്ട്രേലിയ സെമി ഫൈനൽ. മത്സരം വൈകിട്ട് 3 മണിക്ക് മുംബൈയിൽ. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ.